നിങ്ങൾ വായിക്കേണ്ട ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേര് മിറക്കിൾ മോർണിംഗ് എന്നാണ്. മിറക്കിൾ മോർണിംഗ്. കാരണം അതൊരാൾ അയാളുടെ ജീവിതം കൊണ്ട് പരിശീലിച്ചെടുത്ത കാര്യങ്ങൾ എഴുതി വച്ചിട്ടുള്ള പുസ്തകമാണ്. അതിലയാൾ പറയുന്നത് 2 രീതിയിൽ ഉണരുന്ന മനുഷ്യന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്നാമത്തെ വിഭാഗം വളരെ അലസമായി ഉണരുന്നു, യാതൊരു താല്പര്യമില്ല, ഉണരണമെന്നേ താല്പര്യമില്ല. ഇനി എത്ര വേണമെങ്കിലും അങ്ങനെ ഉറങ്ങാൻ അവർക്ക് യാതൊരു പ്രയാസം ഉണ്ടാവില്ല. വളരെ അലസമായി ഉണരുന്ന മനുഷ്യർ, ഒരു രസമില്ലാത്ത പുലരിയാണ് അവരുടെ. രണ്ടാമത്തെ വിഭാഗം എന്താണ്? ബേജാറായി ഉണരുന്ന ആളുകൾ. എണീക്കുന്നു, പുതപ്പെറിയുന്നു, നേരെ അടുക്കളയിലേക്ക് ഓടുന്നു, ഇങ്ങനെയുള്ള ആളുകൾ. ഇതും രസമില്ലാത്ത പുലരിയാണ്. പിന്നെ എങ്ങനെയാണൊരു പുലരിയെ വേണ്ടതെന്നാണ് അദ്ദേഹം ഈ പുസ്തകത്തിലൂടെ പഠിപ്പിക്കുന്നത്. ഭയങ്കര രസമുള്ളൊരു പുസ്തകം. അതിൽ അദ്ദേഹം, ഞാൻ ചുരുക്കി പറയാം കേട്ടോ, അത് നമ്മുടെ കുട്ടികളുടെ കൂടെ നമുക്ക് ശീലിച്ചെടുക്കാവുന്ന ഒരു കാര്യമാണ്. പിന്നെ ഇപ്പം നമ്മൾ ഉണരുന്നതിൻ്റെ ഒരു അരമണിക്കൂറെങ്കിലും നേരത്തെ ഉണർന്നാൽ നമുക്ക് ചെയ്ത് തീർക്കാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ നമ്മുടെ പുലരികൾ അടിപൊളിയായിരിക്കും. അതാണ്, വളരെ പീസ്ഫുള്ളായിരിക്കും. അദ്ദേഹം അതിൽ സേവേഴ്സ് എന്നുള്ളൊരു ടേമാണ് പറയുന്നത്. SAVERS. ഒരാൾ ഉണർന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് എസ് എന്ന് വെച്ചാൽ സൈലൻസ് എന്നാണ്. സൈലൻസ് എന്ന് പറഞ്ഞാൽ അയാളൊന്ന് ശാന്തമായി ഇരിക്കലാണ്. നമുക്കതിന് പ്രാർത്ഥന എന്ന് പറയാം, നമ്മുടെ നിസ്കാരം എന്ന് പറയാം. അതല്ലേ സൈലൻസ്? പഠിച്ചവനോടുള്ള നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷനാണ് സൈലൻസ്. ശരിക്കും നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ? പഠിച്ചവനോടുള്ള ക്വാളിറ്റി ടൈമാണ് ശരിക്കും നിസ്കാരം 5 നേരമായിരുന്നോ? അല്ലല്ലോ. എത്ര നേരമായിരുന്നു? 50 നേരമായിരുന്നു. പിന്നെയാണ് അത് 5 നേരമാക്കിയിട്ട് ചുരുക്കിയത്. എന്താ ശരിക്കും നിസ്കാരത്തിൽ പഠിച്ചവൻ പറയണത് നമ്മളോട്? എടാ, നിനക്ക് തിരക്കൊക്കെ ഉണ്ടാവും, നിനക്ക് നിൻ്റെ ജീവിതത്തിൻ്റെ തിരക്കൊക്കെ ഉണ്ടാവും, എന്നാലൊരു 5 സമയം എന്നോടൊന്ന് വർത്താനം പറയണേ, എൻ്റെ അടുത്തേക്കൊന്ന് വരണേ, നിൻ്റെ തിരക്കിൻ്റെ ഒക്കെ ഇടയിൽ ഒരു 5 നേരം എന്നോടൊന്ന് വർത്താനം പറയണേ എന്നാണ് പഠിച്ചവൻ പറയണത്. അതാണ് നിസ്കാരം. ഇപ്പം എൻ്റെ കൂടെ ജീവിക്കുന്ന ആൾ എന്നോട് പറയാ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ അയാളോട് പറയാം, എന്നാൽ ഒരു 4:30 മുതൽ 5:30 വരെ നമുക്ക് ഇരിക്കാം എന്ന് പറയാം. അങ്ങനെ 4:30 മുതൽ 5:30 വരെ ഞങ്ങൾ ഇരിക്കുകയാണ്. അയാൾ എന്നോട് എന്തൊക്കെയോ പറയുന്ന സമയത്ത് ഞാനതിന് ചെവി കൊടുക്കുന്നുണ്ട്, പക്ഷേ ശ്രദ്ധ കൊടുക്കുന്നില്ലെങ്കിൽ, അറ്റൻഷൻ കൊടുക്കുന്നില്ലെങ്കിൽ, ഞാൻ മൊബൈലിൽ കളിക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചിന്തിക്കുകയൊക്കെ ആണെങ്കിൽ ഞാൻ അയാൾക്ക് ടൈം കൊടുത്തിട്ടുണ്ട്, പക്ഷേ ക്വാളിറ്റിയുള്ള ടൈം കൊടുത്തിട്ടില്ല. ക്വാളിറ്റി ടൈം എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ ബന്ധങ്ങളെയും ഒട്ടിച്ചു നിർത്തുന്ന പശയുടെ പേരാണ്. കുറേ സമയമൊന്നും വേണ്ടിയില്ല. നിങ്ങൾ കണ്ടില്ലേ ഗൾഫിലൊക്കെ ജീവിക്കുന്ന വാപ്പന്മാർ, അവരുടെ മക്കൾക്ക് അവർ ജീവനായിരിക്കും. ദൂരെയുള്ളൊരു വാപ്പയാണെന്നുള്ള ഫീലേ കൊടുത്തിട്ടുണ്ടാവില്ല. കാരണം അത്രയും ആ വാപ്പ മക്കൾക്കുള്ള ക്വാളിറ്റി ടൈം കൊടുത്തിട്ടുണ്ടാവും. ചിലപ്പോൾ 10 മിനിറ്റ് ആയിരിക്കും, പക്ഷെ ആ 10 മിനിറ്റ് മതി, നിറയും. അയാളുടെ പ്രിയപ്പെട്ടവൾക്ക്, അയാളുടെ കുഞ്ഞുങ്ങൾക്ക് ആ കൊടുക്കുന്ന സമയമല്ലേ, അത് ക്വാളിറ്റി ഉള്ള ടൈമായിരിക്കും. അതെന്താണെന്നറിയോ? നമ്മളോട് ഒരാൾ സംസാരിക്കുമ്പോൾ ആ സംസാരിച്ച കാര്യങ്ങളില്ലേ, ഏകദേശം അതേപോലെ തിരിച്ചു പറയാൻ കഴിയുന്ന അത്രയും അതിന് അറ്റൻഷൻ കൊടുക്കലാണ് ക്വാളിറ്റി ഉള്ള ടൈം എന്ന് പറഞ്ഞാൽ. അത്രയേ ഉള്ളൂ. ചെവിയുടെ ആകൃതി ഇങ്ങനെയല്ലേ? ചെവിയുടെ ഷേപ്പ് ഇങ്ങനെയല്ലേ? ഇങ്ങനെയല്ലേ? അല്ലേ? 2 ചെവി ഇങ്ങനെ വെച്ച് നോക്കൂ. ഇങ്ങനെ ഹൃദയമാകും അത്. കാരണം മനുഷ്യൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള ഏറ്റവും നല്ല മാർഗം അയാളോട് വർത്തമാനം പറയുക എന്നുള്ളതല്ല, അയാളെ കേൾക്കുക എന്നുള്ളതാണ്. നമ്മളെ കേട്ടൊരു മനുഷ്യനെ നമ്മൾ ഈ ആയുസ്സിൽ മറക്കില്ല. അപ്പം നിസ്കാരങ്ങൾ ശരിക്കും എന്താണെന്നറിയോ? പഠിച്ചോന് നമ്മൾ കൊടുക്കുന്ന ക്വാളിറ്റി ടൈമാണ്. ഈ നിസ്കരിക്കുന്ന നേരത്ത് നമ്മുടെ ശ്രദ്ധയൊക്കെ ഇങ്ങനെ മാറിപ്പോകില്ലേ? വേറെ ചിന്തകളിലേക്കൊക്കെ പോകുന്ന സമയത്ത് അപ്പം ആലോചിച്ചാൽ മതി, എന്ത്? ദിസ് ഈസ് ക്വാളിറ്റി ടൈം വിത്ത് അല്ലാഹ്. ഇത് പഠിച്ചതിനോടുള്ള ക്വാളിറ്റി ടൈമല്ലേ? അപ്പം അത് ശ്രദ്ധയോടെ ചെയ്യേണ്ട കാര്യമല്ലേ? വേറെ എന്തെങ്കിലും ആലോചിച്ചിട്ട് ചെയ്യേണ്ട കാര്യമല്ലല്ലോ എന്ന ഒരു ചിന്ത വരും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 5 അടിയോ 6 അടിയോ ഒക്കെ ഉള്ള മനുഷ്യന് 1/2 അടിയോ 1 അടിയോ ഒക്കെ ആയിട്ട് ചെറുതായി
പഠിച്ചവൻ്റെ മുന്നിൽ ഇങ്ങനെ ഏറ്റവും സുന്ദരമായി കൊണ്ട് നടക്കുന്ന മുഖം മണ്ണിൽ കൊണ്ടുപോയി വെച്ചിട്ട് പഠിച്ചവനോട് പറയാ, പഠിച്ചവന് നീയാണ് കേട്ടോ വലുത്, എനിക്ക് വേറെ ഒന്നും വലുതല്ല, എൻ്റെ സമ്പത്തോ എൻ്റെ മക്കളോ എൻ്റെ കുടുംബമോ ഒന്നും അല്ല കേട്ടോ, അതൊക്കെ നീ തന്നതാണ്, നീയാണ് വലുത് എന്ന് ഇങ്ങനെ പറയണ ആ നിമിഷത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. അങ്ങനെ അയാൾ ശരിക്ക് മൈൻഡ്ഫുള്ളായിട്ട് അത് ചെയ്യുമ്പോൾ സുജൂദുകൾ ചുംബനങ്ങളായി മാറും, പഠിച്ചവനുള്ള ചുംബനങ്ങൾ. നമ്മളിങ്ങനെ നിൽക്കുന്ന നേരത്ത് നമ്മുടെ തലച്ചോറ് മുകളിലും നമ്മുടെ ഹൃദയം താഴെയല്ലേ. തലച്ചോറ് എന്ന് പറഞ്ഞാൽ ലോജിക്കാണല്ലോ അല്ലേ, ലോജിക്കൽ തിങ്കിങ് അല്ലേ തലച്ചോറ്. സംശയങ്ങൾ, പിന്നെ ചോദ്യങ്ങൾ, ഇതൊക്കെയാണല്ലോ തലച്ചോറിൽ. ഹൃദയം താഴെയാണ്. ഹൃദയം എന്ന് പറഞ്ഞാൽ ഇമോഷണലാണ്, ഇമോഷണൽ തിങ്കിങ് അല്ലേ. ഹൃദയം താഴെയും തലച്ചോറ് മുകളിലും അല്ലേ. ഒരൊറ്റ നേരത്ത് മാത്രമാണ് ഹൃദയം മുകളിലും തലച്ചോറ് താഴെയും അവിടെ. അതാണ് സുജൂദ്. സുജൂദ്, ആ സുജൂദ് കൊണ്ടാണ് ഒരാളൊരാളുടെ ദിവസം ആരംഭിക്കുന്നത്. കണ്ണ് തുറപ്പിച്ചതാ പഠിച്ചോനാ. കണ്ണ് തുറന്നു, അഹ്യാന ബഅദ മാ അമാതന എന്ന് നമ്മൾ പറയാം, മരിച്ചതിന് ശേഷം ജീവിച്ചല്ലോ എന്നാണ് രാവിലെ പറയണത്. ആ കണ്ണ് തുറന്നിട്ട് ആദ്യം ചെയ്യുന്ന കാര്യം ആ പഠിച്ചോന് ഉമ്മ കൊടുക്കല. അതാണ് സുജൂദ് നിസ്കാരം. അതാണ് യെസ്. നമുക്കങ്ങനെ പറയാം. അദ്ദേഹം സൈലൻസ് എന്നാണ് ഉപയോഗിച്ചത്, നമുക്കതിന് പ്രാർത്ഥന എന്ന് പറയാം, നിസ്കാരം എന്ന് പറയാം. യെസ് യെസ്. പിന്നെ അതേ എ എന്നാണ് പറയണത്. എ എന്നുള്ളതുകൊണ്ട് എന്താ ഉദ്ദേശിച്ചതെന്നറിയോ? അഫർമേഷനാണ്. ഇപ്പം നമ്മുടെ കുട്ടികളുടെ കൂടെ നമ്മളിരുന്നിട്ട് അഫർമേഷൻ ചെയ്യുക. അത് ഒരുപാട് സമയമൊന്നും വേണ്ട, 2-3 മിനിറ്റിൻ്റെ കാര്യമാണ് ഈ പറയണത്. സമയമുള്ളതിനനുസരിച്ച് ഒരാൾക്ക് കൂട്ടാം കുറക്കാം, അത്രയേ ഉള്ളൂ. തിരക്കുള്ളൊരു ദിവസം ചിലപ്പോൾ ഇത്രയൊന്നും നടക്കില്ല, ഒരു മിനിറ്റേ പറ്റുള്ളൂ. അഫർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അഫർമേഷൻ എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കലല്ല. ഇപ്പോൾ നമ്മളൊരു പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ആ പുസ്തകം ഞാൻ ഇത്ര ദിവസങ്ങൾ കൊണ്ട് എഴുതി പൂർത്തിയാക്കും എന്ന് പറയലല്ല. ഞാൻ ആ പുസ്തകം എഴുതി പൂർത്തിയാക്കിയതുപോലെ സംസാരിക്കലാണ് അഫർമേഷൻ. ഞാനത് പൂർത്തിയാക്കി എന്നുള്ളത് രീതിയിൽ എൻ്റെ മനസ്സിനെ ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കുക. അഫർമേഷൻ ശരിക്കും അതാ. നിസ്കാരങ്ങൾ അഫർമേഷനാണ്. കാരണം നിസ്കാരത്തിൽ നമ്മൾ ആയ കാര്യമല്ല പറയണ, ആകാൻ ആഗ്രഹമുള്ള കാര്യമാണ് പറയണ അല്ലേ. ഇന്ന സ്വലാത്തി വ നുസുക്കി വ മഹയായ വ മമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയണം. എൻ്റെ നിസ്കാരങ്ങൾ, എൻ്റെ പ്രാർത്ഥനകൾ, എൻ്റെ അധ്വാനങ്ങൾ, എൻ്റെ ആഗ്രഹങ്ങൾ, എൻ്റെ കഠിന പ്രയത്നങ്ങളെല്ലാം പഠിച്ചവനുള്ളതാണ് എന്ന് പറയണം. ആണോ? അല്ലല്ലോ, അത്രയൊന്നും അല്ല, കുറച്ചേ ഉള്ളൂ. പക്ഷേ അത്രയും നമ്മൾ ആഗ്രഹിക്കുന്നു എന്നാണ്. അതാണ് അഫർമേഷൻ. നിസ്കാരങ്ങളിൽ ധാരാളം അഫർമേഷൻസ് ഉണ്ട്. അത് ശരിക്കും മൈൻഡ്ഫുള്ളായിട്ട് ഒരാൾ ചെയ്യുമ്പോൾ അത് ഒരു അഫർമേഷൻ പോലെ അയാൾക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അഫർമേഷൻ എന്നുള്ളത് ഇപ്പോൾ നമ്മളെ കുട്ടിക്ക് പരീക്ഷയിൽ ജയിക്കണം, മാർക്ക് നേടണം, അല്ലെങ്കിൽ ആ കുട്ടിക്ക് ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ കാര്യങ്ങൾ നേടിയെടുത്തതുപോലെ സംസാരിക്കലാണ് അഫർമേഷൻ. അത് മനസ്സിനിങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മൾ ഈ മനസ്സിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇപ്പം നമ്മൾ വെറുതെ കരയാണെന്ന് വിചാരിച്ചോളൂ. അഭിനയിക്കാൻ വേണ്ടിയൊക്കെ കരയൂലേ, വെറുതെ കരയൂലേ? അങ്ങനെ കരയണ സമയത്ത് മനസ്സ് വിചാരിക്കണം എന്താണെന്നറിയോ? ഇയാൾക്ക് ശരിക്കും എന്തോ സങ്കടം ഉണ്ടെന്നാണ്. അപ്പം ഞാൻ എൻ്റെ മനസ്സിനോട് പറയാം, ഞാൻ ഇത്ര ദിവസങ്ങൾ കൊണ്ട് ആ പുസ്തകം എഴുതി പൂർത്തിയാക്കും. അല്ലെങ്കിൽ നിങ്ങൾ പറയാം, ഇത്ര കാലം കൊണ്ട് എൻ്റെ ബിസിനസ്സിൽ ഇത്രയും വളർച്ച ഉണ്ടാക്കും. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളല്ലേ. അത് നമ്മളെ മനസ്സിന് പറഞ്ഞു കൊടുക്കുമ്പോൾ മനസ്സ് വിചാരിക്കുന്നത് ഇത് റിയൽ ആണെന്നാണ്. അതിനനുസരിച്ച് മനസ്സ് എംപവേർഡ് ആവുകയാണ് ചെയ്യുക. അതാണ് സംഭവം. അതാണ് അഫർമേഷൻ്റെ ഒരു പവർ എന്ന് പറയുന്നത്. അതാണ് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ ഈ അടുത്ത് വായിച്ച പുസ്തകമാണ്, അതുകൊണ്ട് അതിങ്ങനെ പറഞ്ഞ് ഞാൻ റെഡിയായി വരുന്നേ ഉള്ളൂ. അങ്ങനെ വായിച്ചൊരു ഫീലാണ്. ഇപ്പം അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫീലാണ് പറയുന്നത് കേട്ടോ. കഴിഞ്ഞാൽ പിന്നെ വി ആണ്. വി എന്ന് പറഞ്ഞാൽ വിഷ്വലൈസേഷനാണ്. പറച്ചിലല്ല, മനസ്സ് കാണുകയാണ്. നമ്മൾ ആഗ്രഹമുള്ള കാര്യങ്ങളില്ലേ, ഇപ്പം നമ്മളെ കുട്ടിക്ക് ആഗ്രഹമുള്ള കാര്യം, വൈഫിന് ആഗ്രഹമുള്ള കാര്യം, ഭർത്താവിന് ആഗ്രഹമുള്ള കാര്യങ്ങളുണ്ടല്ലോ. ജീവിതത്തെക്കുറിച്ച്, പഠനത്തെക്കുറിച്ച്, ജോലിയെക്കുറിച്ച്, ബിസിനസ്സിനെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ച്, ബന്ധുക്കളെക്കുറിച്ച്, എന്തും ആവാം. അതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പറയലാണ് അഫർമേഷൻ. വി എന്ന് പറഞ്ഞാൽ വിഷ്വലൈസേഷനാണ്. ആ പറഞ്ഞ കാര്യങ്ങൾ ശരിക്കുള്ളതുപോലെ മനസ്സിൽ ഇമാജിൻ ചെയ്യലാണ്. അപ്പോൾ ഒരു ഭക്ഷണം ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞെങ്കിൽ ആ ഭക്ഷണത്തിൻ്റെ സ്മെല്ല് വരെ ഒരാൾ അനുഭവിക്കുന്നത് പോലെ വിഷ്വൽ ചെയ്യലാണ്. അതാണ് വിഷ്വലൈസേഷൻ. അങ്ങനെ വിഷ്വലൈസേഷൻ ചെയ്തിട്ട്
പിന്നെന്താണ് ഈ ആണ്. ഈ എന്ന് പറഞ്ഞാൽ എക്സസൈസ്. അത് അവസാനമാണ് ചെയ്യേണ്ടത്. എന്തെങ്കിലും ഒരു എക്സസൈസ്. ഇപ്പോൾ നമ്മൾ ജനലിൻ്റെ ആ കമ്പിൽ പിടിച്ചിട്ടൊരു 100 വട്ടം ഇങ്ങനെ ചാടിയാൽ മതി. നമ്മുടെ ശരീരത്തിന് കൊടുക്കുന്ന ഒരു ധർമ്മമായി മാറി. ഉറങ്ങി എണീച്ച് നേരെ അടുക്കളയിലേക്കോ ജോലിക്കോ പോകുന്നതിനേക്കാൾ നമ്മുടെ ശരീരത്തിന് കൊടുക്കുന്നൊരു ധർമ്മമാണ് പറഞ്ഞത് എക്സസൈസ് എന്ന് പറയുന്നത്. എക്സസൈസ് അവസാനമാണെങ്കിലും സേവേഴ്സ് എന്നുള്ള വാക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇടയിൽ വെച്ചതാണ് കേട്ടോ. 6 എന്ന് പറഞ്ഞാൽ സേവേഴ്സ് അല്ലേ, 6 എന്താണെന്നറിയോ? റീഡിംഗ് ആണ്. റീഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സിന് എന്തെങ്കിലും ഒരു സന്തോഷം കൊടുക്കുന്ന ഒരു പാരഗ്രാഫെങ്കിലും നമ്മളെ കുട്ടികളുടെ കൂടെ നമ്മൾ വായിക്കലാണ്. അതെന്തും ആവാം. ഒരു പുസ്തകം വായിക്കലാവാം, ഖുർആൻ വായിക്കലാവാം, എന്തും ആവാം. ഒരു പാരഗ്രാഫെങ്കിലും രാവിലെ ആ ക്വാളിറ്റിയുള്ള ആ സമയത്ത്, ഏറ്റവും പ്രഷ്യസ് ആയ ആ സമയത്ത് ഒരു പാരഗ്രാഫെങ്കിലും ഒരുമിച്ചിരുന്നിട്ട് ഒരാൾ വായിച്ച് മറ്റുള്ളവർ കേട്ടാലും മതി. ഒരു പാരഗ്രാഫെങ്കിലും റീഡിങ്ങിന് ചിലവഴിക്കുക എന്നുള്ള. അത് ഖുർആൻ വായിക്കലാവാം, വേറെന്ത് വായിക്കലാവാം. അവസാനം എസ് ഉണ്ട്, സേവേഴ്സ്. എസ് എന്ന് പറഞ്ഞാൽ സ്ക്രിബ്ലിംഗ് ആണ്, എഴുതലാണ്. ഈ എഴുതലിന് അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയാം? ഏറ്റവും നല്ല രീതി അദ്ദേഹം പറഞ്ഞത് ഒരു ജാറ് വാങ്ങുക, ഒരു ഗ്ലാസിൻ്റെ ജാറ് വാങ്ങുക. നമ്മൾ എന്തിട്ടാലും അതിൽ കാണണം. എന്നിട്ട് അദ്ദേഹം പറയാം, ഇപ്പം നമുക്ക് ആഗ്രഹമുള്ള കാര്യങ്ങളാവാം, വലിയ സ്വപ്നങ്ങളാവാം, ഒരിക്കലും നടക്കില്ല എന്ന് മറ്റുള്ളവർ പറയുന്ന സ്വപ്നങ്ങൾ പോലും ഉണ്ടാവില്ലേ, ആ സ്വപ്നങ്ങളടക്കം എഴുതിയിട്ട് ആ ജാറിലിടുക എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതേപോലെ അദ്ദേഹം പറഞ്ഞ ഗ്രാറ്റിറ്റ്യൂഡാണ്, ആരോടുമുള്ള ഗ്രാറ്റിറ്റ്യൂഡ്. ഇപ്പോൾ ഉറങ്ങുന്ന നേരത്ത് നമ്മുടെ കുട്ടിക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല എക്സസൈസ് ആ ദിവസം അവർക്ക് ആരോടാണ് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായത് എന്ന് പറയിപ്പിക്കല, അതിൻ്റെ കാരണമൊക്കെ പറയിപ്പിക്കുക. ഇപ്പോൾ നല്ലൊരു ഹോട്ടലിൽ കയറി, ആ ഹോട്ടലിൽ നിന്ന് കഴിച്ചത് നല്ലൊരു ഭക്ഷണമായിരുന്നു. ആ ഭക്ഷണം ഉണ്ടാക്കിയ ഒരാളുണ്ടാവും അതിനകത്തൊരു കുക്ക്, അയാളെ നമ്മൾ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷേ അയാളോട് നമ്മൾക്കുണ്ടാകുന്നൊരു ഗ്രാറ്റിറ്റ്യൂഡ്, ഇത് നമ്മളെ കുട്ടിയൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാവുന്ന കാര്യമാണ്. നമ്മളെ ടാക്സിയിൽ കൊണ്ടുപോയ ആളാവാം, ക്യാബിൽ കൊണ്ടുപോയ ആളാവാം, നമ്മളെ ഏതെങ്കിലും രീതിയിൽ സഹായിച്ച ഏതൊരു മനുഷ്യനോടും ഏറ്റവും ഉപരിയായി പഠിച്ചവനോടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി വച്ച് അത് ഈ ജാറിൽ ഇങ്ങനെ നിക്ഷേപിക്കുന്ന ജോലിയാണ് സ്ക്രിബിളിങ്. കാരണം ഗ്രാറ്റിറ്റ്യൂഡാണ് ബർക്കത്തിൻ്റെ അടിസ്ഥാനം. നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഖുർആൻ പറഞ്ഞത് നമുക്കിപ്പോൾ എന്താണോ നമ്മുടെ കയ്യിലുള്ളത്, ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് ഒരു കാലത്ത് നമ്മൾ പ്രാർത്ഥിച്ചതാണ്, ഒരു കാലത്ത് പ്രാർത്ഥിച്ച സാധനമാണ് ഇപ്പം കയ്യിലുള്ളത്. ഇപ്പം കയ്യിലുള്ളതിനോട് ഒരാൾക്ക് നന്ദി ഉണ്ടെങ്കിൽ അതുപോലുള്ളത് പഠിച്ചവൻ ഇനിയും കൂടുതൽ കൊടുക്കും എന്നാണ് ഖുർആൻ പറഞ്ഞത്. നമ്മളെപ്പോഴും കാണുന്ന സ്ഥലത്ത് എഴുതി വെക്കേണ്ട ആയത്താണത്. ല ഇൻ ശക്കർത്തും ല അസീദന്നക്കും. ഫുൾ A+ നേടിയ മാർക്ക് ലിസ്റ്റുമായി നിൽക്കുന്ന കുട്ടിയോട് പറഞ്ഞു കൊടുക്കണം, ല ഇൻ ശക്കർത്തും ല അസീദന്നക്കും. ബിസിനസ്സിൽ വമ്പൻ വിജയങ്ങളുമായി നമുക്ക് ചെലവ് തരാനിരിക്കുന്ന നമ്മുടെ സുഹൃത്തിൻ്റെ ചെവിയിൽ പറഞ്ഞു കൊടുക്കണം, ല ഇൻ ശക്കർത്തും ല അസീദന്നക്കും. എടാ നിനക്ക് നന്ദിയുണ്ടോ, നിനക്ക് കൂടുതൽ കിട്ടും. ആ കൂടുതൽ കിട്ടുന്നതിന് പറയുന്ന പേരാണ് ബർക്കത്ത്. അത് സാധനങ്ങൾ എന്നുള്ള രീതിയിൽ മാത്രമല്ല, പല രീതിയിലാണ്. മനസ്സമാധാനമടക്കം ബർക്കത്തിന് അങ്ങനെ കൂടി അർത്ഥമുണ്ട്, മനസ്സമാധാനമുണ്ട്. അപ്പോൾ സേവേഴ്സിലെ അവസാനത്തെ എസ് സ്ക്രിബിളിംഗ് ആണ്, എഴുതുക എന്നുള്ള. കുട്ടികളെ കൊണ്ട് എഴുതിക്കുക എന്നുള്ള ഒരു മിനിറ്റ് പോലും വേണ്ട. അവരുടെ മനസ്സിൽ ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യമാവാം, ഏറ്റവും നന്ദിയുള്ള ഒരാളാവാം, ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചറുടെ പേരാവാം, ഏറ്റവും ഇഷ്ടപ്പെട്ട സുഹൃത്തിൻ്റെ പേരാവാം, ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണത്തിൻ്റെ പേരാവാം, എന്തെങ്കിലും എഴുതിയിട്ട് ആ ജാറിൽ നിക്ഷേപിക്കുക. ഇങ്ങോട്ട് കുറേ കാലം കഴിഞ്ഞിട്ട് അതിങ്ങനെ എടുത്തു നോക്കുക. ഇദ്ദേഹം പറയുന്നത് എന്തിനാണെന്നറിയോ? സമാധാനപൂർണമായ പീസ്ഫുള്ളായ പുലരികൾ നമുക്കുണ്ടാവാൻ വേണ്ടിയിട്ടാണ്. കാരണം പുലരികളാണ് ഒരു ദിവസത്തെ മുഴുവനും നിർണ്ണയിക്കുന്നത്. ഖുറം ജാ മുറാദ് എന്നുള്ള വലിയൊരു എഴുത്തുകാരനുണ്ട്, വലിയൊരു ഇസ്ലാമിസ്റ്റ് പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്, വല്ലാത്തൊരു പുസ്തകമാണ് കേട്ടോ. അത് ചെറിയൊരു പുസ്തകം. ഒരു സെമിനാറിൽ അദ്ദേഹം അവതരിപ്പിച്ചൊരു പ്രബന്ധമാണത്. ഇൻ ദ ഏർലി അവേഴ്സ് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. വായിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും അത് ഗൂഗിളിൽ അതിൻ്റെ PDF കിട്ടാനുണ്ട് ഫ്രീ ആയിട്ട്. മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്, പുലർക്കാല യാമങ്ങളിൽ നിന്ന്. വായിച്ചിട്ടുണ്ടോ? ഇൻ ദ ഏർലി അവേഴ്സ്. അദ്ദേഹം ആ പുസ്തകത്തിൽ പറയുന്ന മുഴുവനും തഹജ്ജുദിനെ കുറിച്ചും
നമ്മുടെ പുലരികളെ കുറിച്ചാണ്. ഭയങ്കര രസമായിട്ടാണ് അദ്ദേഹം ആ ലേഖനം എഴുതി പൂർത്തിയാക്കിയിട്ടുള്ളത്. അപ്പം നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല സമ്മാനം ഓർമ്മകളാണ്. അവർക്ക് ചെയ്തു കൊടുക്കാവുന്ന ഏറ്റവും നല്ല കാര്യം നല്ല ശീലങ്ങൾ ഉണ്ടാക്കലാണ്.